ഹായ് ഹലോ. അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഡേറ്റ് എത്രയായിരുന്നു? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്നിടുന്നത്. അപ്പം നമ്മുടെ ഡേറ്റ് വന്നിട്ട് 8-ാം തീയതി, അതായത് ഡിസംബർ 8-ാം തീയതിയിൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നേരത്തെ എഴുന്നേറ്റ് ചായ ഇട്ടു, 5 മണിക്ക് എഴുന്നേറ്റ് കേട്ടോ. ഏട്ടൻ ഇന്നലെ രാത്രി വന്നില്ലായിരുന്നു. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിരുന്നു ഏട്ടൻ വന്നത്. അപ്പോൾ ഏട്ടൻ 10:15 വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 5-5:15 പോയി കേട്ടോ. അപ്പോൾ ഏട്ടനെ വിടാൻ വേണ്ടി രാവിലെ എണീറ്റ് ചായയൊക്കെ ഇട്ടു ഞാനും മോനും കുടിച്ച്. ഏട്ടൻ പോയി ഫ്രഷൊക്കെ ആയിട്ട് വന്ന് ഏട്ടനും കുടിച്ചു കേട്ടോ. അങ്ങനെ മോൾ എഴുന്നേറ്റില്ല, മോള് കിടന്ന് ഉറക്കം തന്നെയായിരുന്നു. മോൻ്റെ വായിലൊരു കുഞ്ഞു പുണ്ണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അവന് അതിൻ്റേതായ വേദനയുണ്ട്. അപ്പോൾ എന്ത് കഴിച്ചാലും അവനത് വേദനയാണ്. അങ്ങനെ ഞങ്ങൾ ഇതിനെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഏട്ടനെ വിട്ടു കേട്ടോ. ഏട്ടനെ വിട്ടിട്ട് കുറേ നേരം കിടന്ന് ഞാൻ പിന്നെ ഉറങ്ങിയേ. ഏട്ടൻ രാവിലെ എണീറ്റിട്ട് ഏട്ടൻ ഞാൻ ചായ ഇട്ട് വെച്ചിട്ടാണ് ഇന്ന് വിളിക്കുന്നത്. ഏട്ടൻ ജോലിയുള്ള സമയത്ത് ഞാൻ ഇത് രാവിലെ എണീറ്റ് ചായ ഇടും. ചായ ഇട്ട് കൊണ്ട് വെച്ചിട്ട് ഏട്ടനെ വിളിക്കും. കാരണം ഏട്ടൻ എഴുന്നേറ്റ് പല്ല് തേക്കുന്ന സമയം തേച്ചിട്ട് ഉടനെ ഏട്ടന് ചായ കുടിക്കണം, അത് നിർബന്ധം കേട്ടോ. അല്ലെങ്കിൽ ഏട്ടന് മനം മറിച്ച് വരും എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഏട്ടനെ ഞങ്ങൾ താണ്ട് യാത്രയാക്കി കേട്ടോ. ഏട്ടൻ പോയി, ഞാനും മോനും കൂടി വന്ന് ഏട്ടനെ വിട്ടിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് പോയി കിടന്നുറങ്ങി കേട്ടോ. മോളും ഓടി വന്നു കേട്ടോ. മോളും വന്നായിരുന്നു. മോളെ ഉണർത്തിയിട്ടാണ് ഏട്ടൻ പോയത് കേട്ടോ. പിന്നെ മോൻ ഭയങ്കര കരച്ചിൽ, വേറൊന്നുമല്ല, അവൻ്റെ അപ്പം പോയപ്പോൾ അവന് ടാറ്റ കൊടുക്കാൻ പറ്റിയില്ല എന്ന്. കാരണം മോൾ എൻ്റെ കൂടെ വന്ന് ഏട്ടൻ പോവാന്ന് പറഞ്ഞ് റോഡിൽ കയറിയപ്പോഴേ മോൾ വന്ന് ടാറ്റ കൊടുത്തേ. ഏട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് വന്ന് ടാറ്റ കൊടുത്തത്. അപ്പം ടാറ്റ കൊടുത്തപ്പോഴേക്കും ഏട്ടൻ പാതി വഴി എത്തി. അപ്പോൾ ആദ്യത്തെ ആ വളവ് കഴിഞ്ഞപ്പോൾ ഏട്ടൻ കണ്ടില്ല അവൻ ടാറ്റ കൊടുക്കുന്നത്. അങ്ങനെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അവനെ സമാധാനിപ്പിച്ച് ഫോണൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഒരു 5-10 പിന്നെ കിടന്നുറങ്ങി കേട്ടോ. എന്നിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ചാടിനിട്ട് പോയി മീൻ വാങ്ങിച്ചു. അതൊന്നും എടുത്തില്ല, ഉറക്കപ്പിച്ചിട്ട് പോയൊക്കെയാണ് ഇന്ന് മീൻ വാങ്ങിച്ചത്. എന്നിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഞാൻ എന്താണ്ട് ദോശ ചുട്ടു കേട്ടോ. ദോശ ചുടാൻ വേണ്ടി ഗോതമ്പ് ദോശയായിരുന്നു ഇന്ന്. അങ്ങനെ ഗോതമ്പൊക്കെ എടുത്ത് കലക്കിയിട്ട് നമ്മുടെയൊക്കെ ഒരു പുതിയ ദോശക്കല്ലുണ്ടായിരുന്നേ. അപ്പോൾ അതിലൊന്ന് ചുട്ട് നോക്കാമെന്ന് വെച്ച് ഞാൻ എണ്ണയൊക്കെ തേച്ച് മിനുസപ്പെടുത്തി വെച്ചിരുന്നു. അതിൽ ഇളകുമോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് അത് ചൂടാക്കി അതിൽ ഞാൻ ദോശമാവൊക്കെ ഒഴിച്ചത്. ഞാൻ നൈസായിട്ട് ഗോതമ്പ് ദോശ ഇടും കേട്ടോ. അങ്ങനെ അതിൽ ദോശമാവൊക്കെ ഒഴിച്ച് വട്ടമൊക്കെ കറക്കി വെച്ച്, പക്ഷേ ഇളകിയില്ല. ഞാൻ പെട്ടതിൽ പിന്നെ അത് ഇളക്കാൻ പറ്റാതെ ഞാൻ എന്ത് ചെയ്ത് വേറെ ദോശക്കല്ല് വെച്ച് ദോശ ഇട്ടിട്ട് അത് അതേപോലെ മാറ്റി വെച്ചിട്ട് വേറെ തവയെടുത്തിട്ട് തവയിൽ ദോശ ഇട്ടേ. അത് കഴിഞ്ഞ് മക്കൾക്ക് ദോശ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന്. പിന്നെ ഏട്ടൻ കുറച്ച് മുന്തിരിങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം മുന്തിരിങ്ങയും പപ്പായ ഉണ്ടായിരുന്നു, പപ്പയ്ക്കയും ചെത്തി കൊടുത്ത് അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതൊരു ഐസ് വണ്ടി വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഐസ് വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഐസ് കഴിച്ചു കേട്ടോ. അങ്ങനെ 5 കോലൈസ് വാങ്ങിച്ചിട്ടോ. ഒരെണ്ണം 20 രൂപ. ഒന്നും കുഴപ്പമില്ലായിരുന്നു, കൊള്ളാം. നിങ്ങൾ ഐസ് വാങ്ങിച്ച് കൊടുത്തുകൂടാന്നറിയാം. എങ്കിലും കുഞ്ഞുങ്ങൾ വഴക്കുണ്ടായി കരഞ്ഞപ്പോൾ പിന്നെ അമ്മ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. രാവിലെ ഗോതമ്പ് ദോശ കഴിച്ചു. പിന്നെ ഞാൻ ചോറ് കഴിച്ചു. ചോറിൻ്റെ കൂടെ ഇങ്ങനെ മിച്ചറും ചിപ്സ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാൻ കേട്ടോ. അങ്ങനെ ചോറും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നുറങ്ങി. ഞാനും മക്കളും കൂടി കുറേ നേരം കിടന്നുറങ്ങി. മോൾ നേരത്തെ എഴുന്നേറ്റു. മോൻ പിന്നെ ഒത്തിരി കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് കേട്ടോ. പിന്നെ ഞാൻ കുറേ നേരം കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ മോൾക്ക് മുന്തിരിങ്ങ വേണമെന്ന് പറയും. ഏട്ടൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കൊണ്ടുവന്ന മുന്തിരിങ്ങ നമ്മൾ ഈ ബോക്സിൽ വാങ്ങിച്ചിട്ട് വരില്ലേ, ഫ്രഷ് മുന്തിരിങ്ങ. അങ്ങനെ ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്ന് ഇവിടെ കുമളി പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ കഴിക്കാൻ കൊള്ളും, മിക്കതും അഴുക്കായിപ്പോയി കേട്ടോ. അതിൽ മുക്കാലും പുഴുകേറി അഴുകി. ഞാൻ പിന്നെ അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. കുറേ നല്ലതെല്ലാം ഉണ്ടായിരുന്നു. നല്ലതൊക്കെ പറക്കിയിട്ട് അഴുക്കെല്ലാം കളഞ്ഞിട്ട് കഴുകി മോൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അവളൊരു കോണിൽ നിന്ന് കഴിക്കുകയാണ്. അങ്ങനെ കുറേ മുന്തിരിങ്ങ കഴുകി അവൾക്ക് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഞാനും കഴിച്ചു കേട്ടോ. അവൾ ഉറക്കത്തിൽ എണീറ്റ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവളെ നേരെ കൊണ്ടുപോയി കുളിപ്പിച്ചു. മോനെ പിന്നെ കുളിപ്പിക്കാമെന്ന് വെച്ചു കേട്ടോ. രണ്ടുപേരുടെ കുളിപ്പിക്കാൻ കയറിയുള്ള അവസ്ഥയെന്ന് വെച്ചാൽ 2 എണ്ണം കൂടി ആ പൈപ്പിലെ വെള്ളം എല്ലാം എടുത്ത് അടുക്കളയുടെ തൊട്ടപ്പുറത്തെ ബാത്റൂം കേട്ടോ. ആ അടുക്കളയിൽ ഒഴിക്കുന്ന രീതിയാണ് അവരുടെ ചാട്ടം. അങ്ങനെ അവളെ കുളിപ്പിച്ച് അവൾക്ക് മുന്തിരിങ്ങയൊക്കെ കഴുകി കൊടുത്തിട്ട് ഞാൻ പിന്നെ കടയിൽ പോയി കുറച്ച് പാലും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ പാലും ബിസ്ക്കറ്റും തേയിലയൊക്കെ വാങ്ങിക്കാൻ പോയി. അങ്ങനെ പോയിട്ട് വന്ന് കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ കരോൾ വന്നു കേട്ടോ.
ഞങ്ങൾക്ക് ക്രിസ്മസിന് എത്തി കേട്ടോ. അങ്ങനെ ചർച്ചിലെ കരോളൊക്കെ വന്നു. അങ്ങനെ കരോളൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാനും മോനും ചോറ് കഴിച്ചില്ല, വിശപ്പില്ല, ചോറ് കഴിക്കാൻ തോന്നിയില്ല, മീൻകറി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് മിച്ചർ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടനില്ല, ഏട്ടൻ നാളെ വരത്തുള്ളൂ. ഒത്തിരി താമസിച്ച് ഉറങ്ങി. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.